രൂപമില്ലാതെ പ്രതിഷ്ഠിക്കുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിലെ ഒരു സങ്കല്പമാണ് ഇവിടെ തന്നെ അല്ലേ, ഒരു കവരവിളക്കിൽ 3 ദീപം പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധിക്കാൻ ഗുരു പറഞ്ഞു. നാമരൂപങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും തന്നെ ഈശ്വരനെ ആരാധിക്കാം എന്ന ഒരു പുതിയ ഒരു മാർഗത്തെ ഗുരു ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ കാളകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഗുരു തന്നെ ഒരു പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുണ്ട്. സത്യം, ധർമ്മം, ദയ, ശാന്തി. ഈ ഒരു ഫലകത്തിനകത്ത് സത്യവും ധർമ്മവും ദയയും ശാന്തിയും എന്ന ഒരു ഫലകം ഉണ്ടാക്കി അതിനെയാണ് ഗുരു അവിടെ പ്രതിഷ്ഠിച്ചു തന്നത്. അപ്പൊ അവിടെ ഒന്നും രൂപവുമില്ല, നാമവുമില്ല, 4 വാചകങ്ങൾ മാത്രം. ഒരു മനുഷ്യന് വേണ്ട 4 അടിസ്ഥാന ഗുണങ്ങളാണ്. സത്യവും വേണം, ധർമ്മം വേണം, ദയ വേണം, ശാന്തി വേണം. ഈ 4 അടിസ്ഥാന ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ വന്നു ചേരുന്നു, അവന് ആത്യന്തികമായ ഈശ്വര മാർഗത്തിലൂടെ പോയി ഈശ്വര ഉപാസകനായി തീർന്ന് മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ജോലി ചെയ്ത് ജീവിക്കുക എന്ന ഒരു മാർഗം മാത്രമാണോ? എന്താണോ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്, ആ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന മാർഗങ്ങളിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യം ഉണ്ടാകത്തുള്ളൂ. ആ ലക്ഷ്യത്തിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മൾ ഈശ്വരന്റെ സവിധത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ധാരാളം ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഗുരുവിനെ പ്രതീകാത്മകമായി ഇപ്പൊ നോക്കി, നിങ്ങൾ ഇവിടെ തന്നെ നെയ്വിളക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ നെയ്വിളക്ക് കത്തിക്കുന്നത്? എന്തിനാണ്? പ്രധാന കാരണം എന്ന് പറയുന്നത് ഉദ്ദിഷ്ട കാര്യം. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വിചാരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും സാധിച്ചിരിക്കും. നെയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് നെയ്യ്? എന്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തിൽ നിന്നാണ് നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തിൽ നിന്നാ നെയ്യ്? ആരിൽ നിന്നാണ് നെയ്യ് കിട്ടുന്നത്? പശുവിൽ നിന്ന്. പശുവിനെ എന്താണ് പറയുന്നത്? ഗോമാതാവ്. ഗോമാതാവിൽ നിന്ന് കിട്ടുന്ന പാലിൽ നിന്നാണ് നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നത്. നെയ്യുടെ കളർ എന്തുവാണ്? നെയ്യുടെ കളർ മഞ്ഞ. പക്ഷെ മഞ്ഞയ്ക്കൊരു വേറൊരു കളർ, മഞ്ഞയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് മഞ്ഞയാണ്? സ്വർണ്ണ നിറത്തോടു കൂടിയ മഞ്ഞയല്ലേ? ആണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? കഴുത്തേ കിടക്കുന്ന സ്വർണത്തിന്റെ കളറാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ സ്വർണ്ണ നിറത്തോടു കൂടിയ മഞ്ഞ കളറാണ് നെയ്ക്ക് അല്ലേ? മഞ്ഞയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഗുരുദേവന് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ എന്ത് വസ്ത്രം ധരിക്കാനാ പറഞ്ഞത്? മഞ്ഞ വസ്ത്രം. മഞ്ഞ വസ്ത്രം ആരുടെ വേഷമാണ്? ഗുരുവിന്റെ വേഷമൊന്നുമല്ല മഞ്ഞ. ആരുടെ വസ്ത്രമോ മഞ്ഞ വസ്ത്രം? കൃഷ്ണന്റെ വേഷമാണ് മഞ്ഞ. പിന്നെയോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ മഞ്ഞ വസ്ത്രം? ഉണ്ടാ? വേറെ ആർക്കാ ഉള്ളത്? ബുദ്ധന്റെയും മഹാവിഷ്ണുവിന്റെയും വസ്ത്രമാണ് എന്തുവാ? മഞ്ഞ വസ്ത്രം. അതുകൊണ്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടകരോട് പറഞ്ഞത് മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ശിവഗിരിയിലേക്ക് വരിക. എപ്പോഴാണ്? ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് വരുന്ന ഭക്തന്മാർ 10 ദിവസത്തെ പഞ്ചശുദ്ധി വ്രതം എടുത്ത് മഞ്ഞ വസ്ത്രം ധരിച്ച് ശിവഗിരിയിലേക്ക് വരാനാണ് പറഞ്ഞത്. ആ മഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ബുദ്ധന്റെയും കൃഷ്ണന്റെയും അല്ലെ മഹാവിഷ്ണുവിന്റെയും വസ്ത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ ആ ദേവീ ദേവതാ സ്വരൂപത്തിന്റെ അവരെ സ്മരിക്കാൻ വേണ്ടി കൂടിയാണ്, അവരുടെ ദിവ്യമായ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അവിടെ വന്നു ചേരട്ടെ എന്നാണ് ഗുരു കൽപ്പിച്ചത് അല്ലേ? അപ്പൊ ഇവിടെ ദീപം പ്രതിഷ്ഠിച്ചിട്ട് എന്താണ് ഗുരു പറഞ്ഞത്? 100 വർഷം ഇരുട്ടടച്ച് കിടന്ന ഒരു മുറിയിൽ ഒരു ദീപം കൊളുത്തി വെച്ചാൽ എന്തുമാത്രം പ്രകാശ ചൈതന്യം അവിടെ പരക്കുന്നുവോ അതേപോലെ തന്നെ ഈ പ്രതിഷ്ഠയിലൂടെ, ഈ ദീപപ്രതിഷ്ഠയിലൂടെ എല്ലാ മനുഷ്യരിലേക്കും പ്രകാശത്തിന്റെ കണികകളേറ്റ് എല്ലാവരും നന്മയുള്ള മനുഷ്യരായിട്ട് അറിവുള്ളവരായി തീരണം എന്ന ഒരു കാഴ്ചപ്പാടും ഒരു സങ്കല്പവും ഈ പ്രതിഷ്ഠയിലൂടെ വന്നു ചേരുന്നുണ്ട്. പ്രകാശം പരക്കട്ടെ എന്ന. ആരിലാണ് പ്രകാശം പരക്കേണ്ടത്? നമ്മളിലൊക്കെ പ്രകാശം പരന്നോ? കുറച്ചു പേർക്ക് പരന്നു, കുറച്ചു പേർക്ക് പരുന്നില്ലെന്ന് അമ്മ പറയുന്നേ. 100-ൽ 10% ആയിട്ടുള്ളൂ ഇപ്പോഴും അല്ലേ? ഇത്രയും വീട്ടുകാരേ ഉള്ളൂ നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്നവര്? ആണോ? അല്ല. അപ്പം പ്രകാശം ഏക്കാത്തവരാണ് ബാക്കിയുള്ളവരൊക്കെ. പ്രകാശത്തെ സ്വീകരിച്ചവരൊക്കെയാണ് ആ ഒരു സന്നിധിയിലേക്ക് വന്നു ചേരുന്നത് അല്ലേ?
ആണോ? ഇവിടെ എത്ര ദേവനെ സങ്കല്പം ചെയ്ത് പൂജ നടത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ? എത്ര ദേവന്മാരുടെ സങ്കല്പമുണ്ട്? 4 ദേവന്മാരുടെ ഉണ്ടെന്ന് അമ്മ പറയുന്നത്. ഏതൊക്കെയാ? ശിവൻ, 5. ആരൊക്കെയാ? ഞാൻ ചോദിച്ചത് അതല്ല. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനൊരു സങ്കല്പമുണ്ട് ഇല്ലേ? ക്ഷേത്രത്തിന് ഗുരു ഇട്ടിരിക്കുന്ന പേരെന്തുവാണ്? ചിദംബരം. ആ ചിദംബര വിഗ്രഹത്തിന് ഒരു സങ്കല്പമുണ്ട്. ആരാണ് ചിദംബരൻ? ശിവഭഗവാൻ. ആ ശിവഭഗവാനിലൂടെ ഒരു സങ്കല്പം കൂടെ വന്നു ചേരുന്നുണ്ട്. എന്തുവാണ്? ഉണ്ടോ? എന്താ വേറൊരു സങ്കല്പം വന്നു ചേരുന്നേ? അറിയത്തില്ലേ? മുരുകന്റെ സങ്കല്പം വരുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇത് നിങ്ങൾക്കറിയത്തില്ല, പിന്നെ ഞാൻ വേറെ ഒന്നും ഇല്ല. ഇപ്പൊ ചിദംബര ഭഗവാനിലൂടെ, ഇപ്പം അത് ഇവിടെ മാത്രമല്ല, പല ക്ഷേത്രങ്ങളിലും അങ്ങനത്തെ ഒരു സങ്കല്പം വന്നു ചേരുന്നുണ്ട്. ഇപ്പൊ നമ്മള് അരുവിപ്പുറത്തേക്ക് ചെന്നാൽ അരുവിപ്പുറം ക്ഷേത്രത്തിൽ മുരുകന്റെ ഒരു സങ്കല്പം വരുന്നുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ അവിടെ വിഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ശീവേലി വിഗ്രഹം സുബ്രഹ്മണ്യന്റെയാണ്. അപ്പം ആറാട്ടിൻ്റെ അന്ന് 4 മണിക്ക് ആറാട്ടിന് പോകുമ്പോൾ ശിവഭഗവാൻ കൂടെ എഴുന്നള്ളും. പക്ഷെ മുരുകനാണ് ആറാടുന്നത്. വെള്ളത്തിലിറങ്ങി ആറാടി തിരിച്ചു കയറി വരുന്ന സുബ്രഹ്മണ്യനാണ്. അങ്ങനെ ഒരു സങ്കല്പം അവിടെയുണ്ട്. അതിനൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഗുരുദേവൻ അരുവിപ്പുറം ക്ഷേത്രത്തിൽ താമസിക്കുന്ന കാലം ശിവലിംഗദാസ്വാമിയൊക്കെ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം പൂട്ടി താക്കോല് ഗുരുവിന്റെ മുറിയിൽ കൊണ്ട് വെച്ച ഒരു ചരിത്രം പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്ഷേത്രം അടച്ച് താക്കോലൊക്കെ ക്ഷേത്രത്തിൽ ഗുരുവിന്റെ മുറിയിൽ കൊണ്ട് വെച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഒരു പച്ച നിറം കലർന്ന ഒരാള് ശ്രീകോവിലിനുള്ളിലേക്ക് കടന്ന് പോകുന്നതായിട്ട് കാണാൻ ഇടവന്നു. പെട്ടെന്ന് തന്നെ ശിവലിംഗദാസ്വാമി ഗുരുദേവനോട് ചെന്ന് ഈ ഒരു കാര്യം ഉണർത്തിക്കുകയും ഗുരുദേവൻ പറഞ്ഞു, ശിവനെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളിയതായിരിക്കും. ഈ പച്ച നിറം ആരുടെ വാഹനമാണ്? പച്ച നിറം മയിലിന്റെ കളറാണ് പച്ച നിറവിൽ. അപ്പം ആരായിരുന്നപ്പോ അതിലേക്ക് പ്രവേശിച്ചത്? മുരുകൻ. അപ്പൊ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ തന്നെ പട്ടത്തുള്ള ഒരു നസ്രാണി ഒരു തടിയിൽ തീർത്ത മയിൽ വാഹനം ഗുരുദേവന് കാഴ്ച വെക്കുകയും ആ മയിൽ വാഹനത്തിലാണ് ഈ സുബ്രഹ്മണ്യന്റെ ശീവേലി വിഗ്രഹം എടുത്ത് എഴുന്നള്ളത്ത് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ വൈക്കത്തുള്ള പൂത്തോട്ട ഒരു ക്ഷേത്രമുണ്ട്, പൂത്തോട്ട. ആ പൂത്തോട്ട ക്ഷേത്രത്തിലും കിഴക്കോട്ട് ശിവന്റെ പ്രതിഷ്ഠയും പടിഞ്ഞാറ് വശത്ത് സുബ്രഹ്മണ്യന്റെ നടയുമുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ നട തുറക്കത്തുള്ളൂ. അത് ഉത്സവത്തിന്റെ അന്ന് മാത്രം. അവിടെ അങ്ങനെ ഒരു സങ്കല്പമുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ സകല ദേവതാ ഭാവത്തിലും ഇരിക്കുന്ന ഈശ്വര സ്വരൂപം ഗുരുവിൽ തന്നെ ഉള്ളതാണ് എന്ന ഒരു സങ്കല്പവും അവിടെ വന്നു ചേരുന്നുണ്ട്. നമ്മൾ ധാരാളം ദേവീ ദേവന്മാരെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഉപാസനാ മൂർത്തിയുണ്ട്. ഉണ്ടോ? ചിലവർ ഗണപതിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപാസനാമൂർത്തിയായി സ്വീകരിക്കുന്നുണ്ട്. ചിലവർ ശിവനെയുണ്ട്, ചിലവർ പാർവതിയെ ഉണ്ട്. ഇങ്ങനെ ധാരാളം ദേവീ ദേവന്മാരെ ഉപാസനാമൂർത്തിയായി നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, വ്യക്തമായ ഒരു അർത്ഥവും വന്നു ചേരത്തുള്ളൂ. അർത്ഥം എന്ന് പറയുന്നത് 2 തരത്തിലുള്ളത്. ധനവും കൊണ്ട്, അല്ലാതെ നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടിന് അനുസൃതമായിട്ട് അതിനെ വിലയിരുത്താൻ സാധിക്കും. അപ്പം ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ 60-ൽ പരം ക്ഷേത്രങ്ങൾ ഗുരുദേവനും ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഗുരുദേവന്റെ ശിഷ്യന്മാരും പ്രതിഷ്ഠിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ 60-ൽ പരം ക്ഷേത്ര പ്രതിഷ്ഠകളിലും വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങൾ ഗുരു സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കോലത്തുകര എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്, കോലത്തുകര ശിവക്ഷേത്രം. അതും തിരുവനന്തപുരം ജില്ലയിലാണ്. ഭദ്രകാളി ദേവിയെ എടുത്തു മാറ്റി ആ സ്ഥാനത്ത് ഒരു ശിവനെ പ്രതിഷ്ഠ ഒരു ചരിത്രം പറയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ധാരാളം ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും
ആർക്കും പ്രവേശനമില്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ കോലത്തുകര ശിവക്ഷേത്രം. ഇതിന്റെ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും കടത്തത്തില്ല ഇപ്പോഴും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്കൊരു സ്വഭാവമുണ്ട്. ഒരു കല്ലിലാണേലും ഒരു മരത്തിലാണേലും ഒരു തുണി ചുറ്റിയാലോ ഒരു ശൂലം കൊണ്ട് കുത്തിവെച്ചാലോ അവിടെയൊക്കെ നമ്മൾ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്കും. ശരിയല്ലേ? ഒരാലിനെയും നമ്മൾ വിടത്തില്ല, അവിടെയൊക്കെ കൊണ്ട് തുണി ചുറ്റി വെക്കും. ആണോ? അവിടെയൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെക്കും. അത് കഴിയുമ്പോൾ ഒരു കൂടാരം കൊണ്ട് വെക്കും. പിന്നെ അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കും. ഇതാണ് നമ്മളുടെയൊക്കെ മനസ്സിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ഭദ്രകാളി വിഗ്രഹം എടുത്ത് പുറത്തു മാറ്റിയതിനു ശേഷം ഗുരു പറഞ്ഞത് ഒരു ദീപം പോലും കത്തിക്കല്ലെന്നാ പറഞ്ഞത്. ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ ഭദ്രകാളിയെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വിളക്ക് പോലും കത്തിക്കല്ലെന്നാണ് ഗുരു പറഞ്ഞത്. അതുപോലെ തന്നെ ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ഗുരുദേവൻ വസൂരി വന്നപ്പം താമസിച്ച ഒരു ക്ഷേത്രമുണ്ട്, മണക്കൽ ഭദ്രകാളി ക്ഷേത്രം. ആ മണക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ വിഗ്രഹം ചാമുണ്ടിയായിരുന്നു. ചാമുണ്ടി ഉണ്ടായിരുന്ന, ഭദ്രകാളി ഉണ്ടായിരുന്നു. അവിടെ ആടിനെ കോഴിയെ ബലി കൊടുക്കുന്ന ആചാരങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പം ഗുരുവിന്റെ പേരിൽ ഇത് തിരുവിതാംകൂർ കുടുംബത്തിന്റെ ഒരു ക്ഷേത്രമാണ്. ആ തിരുവിതാംകൂർ കുടുംബത്തിന്റെ ക്ഷേത്രം ഗുരുവിന്റെ അമ്മയുടെ കുടുംബക്കാർക്ക് തിരുവിതാംകൂർ കുടുംബം കൊടുത്തു. അങ്ങനെ ആ സ്വത്തുവകൾ ഗുരുദേവന്റെ പേരിൽ കുടുംബക്കാർ എഴുതി വെക്കുകയും അതിന്റെ ആധാരം കൈപ്പറ്റുന്നതിന് വേണ്ടി ഗുരുദേവൻ ചെമ്പഴന്തിയിൽ എത്തിച്ചേരുകയും ആ എത്തിച്ചേരുന്ന അതേ രാത്രിയിൽ തന്നെ ഗുരുദേവൻ ഭദ്രകാളി വിഗ്രഹം എടുത്ത് പുറത്ത് കളഞ്ഞെന്നാ പറയുന്നത്. പീഠത്തോടുകൂടി പ്ലാവിൻ തടിയിൽ തീർത്ത ഭദ്രകാളി വിഗ്രഹം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഗുരു പറഞ്ഞ് ഇവിടെ ഒരു ദീപം പോലും കത്തിച്ചേക്കല്ലെന്ന്. അതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. എന്താണ് അതെടുത്ത് മാറ്റാൻ കാരണം? ഗുരു കോഴിയെ വെട്ടരുത്, അതിന് പകരം കുമ്പളങ്ങ മുറിച്ചോളാൻ പറഞ്ഞെങ്കിലും ഇപ്പോഴും നമ്മൾ ആ ഒരു ആരാധനാ സമ്പ്രദായത്തിലൂടെ പോകുന്നുണ്ടല്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരു അങ്ങനെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാടുകളൊക്കെ ജനങ്ങളിലേക്ക് പകർന്നു തന്നത് നമ്മളൊക്കെ ശുദ്ധമായ ആരാധനാ സമ്പ്രദായത്തിലൂടെ, അല്ലെങ്കിൽ സ്വാത്വികമായ ഈശ്വര ആരാധനയിലൂടെ നമ്മളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഗുരുദേവൻ സ്വാത്വികപരമായ ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ക്ഷേത്രം ഒരു മൂലക്കിരുന്നു കൊള്ളട്ടെ. അതിനോടനുബന്ധിച്ച് എന്ത് വേണം? മനോഹരം ഒരു വിദ്യാലയം വേണം. ഉണ്ടോ? ഗുരുവിന്റെ സങ്കല്പം പകുതി കൂടുതൽ പ്രാവർത്തികമാക്കിയ ഒരു സ്ഥലമാണ് ഏതാണ് ഈ സ്ഥലം. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വിദ്യാലയം വേണം. വിദ്യാലയമാണ് പ്രധാന ദേവാലയം, വിദ്യാലയമായിരിക്കണം. അവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്? വിദ്യ, അല്ലെങ്കിൽ അറിവെന്ന് പറയുന്ന ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പം ക്ഷേത്രത്തോടനുബന്ധിച്ചൊരു വിദ്യാലയം വേണം. പിന്നെന്ത് വേണം? നല്ലൊരു പൂന്തോട്ടം വേണം. പിന്നെ എന്ത് വേണം? ഒരു വായനശാല. ഇതാണ് ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ് ഇരുട്ടടച്ച വവ്വാലിന്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്? ശരിയാണോ? നിങ്ങളൊക്കെ ധാരാളം ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് അല്ലേ? ആ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലെ ശ്രീകോവിലിനുള്ളിലെ വിളക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിളക്കിന്റെയൊക്കെ കളർ എന്തുവാ? സ്വർണ്ണ കളറാണോ? അത് കൊള്ളാമല്ലോ. ഇതെവിടെയാ സ്വർണ്ണ നിറത്തോടു കൂടിയ വിളക്കൊക്കെ ഇരിക്കുന്നത്? മേടിക്കുമ്പോൾ സ്വർണ്ണ കളറായിരിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ അതെങ്ങനെ ഇരിക്കും? കറുത്ത്. ഒരു വർഷം കഴിയുമ്പോഴോ എന്താണ് തിരിച്ചറിയാത്ത ഒരവസ്ഥയാണ്. അപ്പം ശുചിത്വമാണ് പ്രാധാന്യം. ഗുരുദേവൻ പഞ്ചശുദ്ധി പറയുന്നുണ്ട്. എന്താണ് ഈ പഞ്ചശുദ്ധി? ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി. ശുദ്ധി എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടത്? എവിടെ നിന്നാ ശുദ്ധി ആരംഭിക്കേണ്ടത്? വീട്ടിൽ നിന്നാണെന്നാ പറയുന്നത്. വീട്ടിൽ നിന്ന് ശുദ്ധി ഉണ്ടോ? വീടൊക്കെ ശുദ്ധമാണോ? ഗുരുദേവൻ പറയുന്നുണ്ട് നിത്യം ശുദ്ധോദകം സ്നാനം. നിത്യവും ശുദ്ധമായ ജലത്തിൽ കുളിക്കണം. ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കണം? കുറഞ്ഞത് 2 പ്രാവശ്യം. ഈ 2 പ്രാവശ്യം കുളിച്ചു കഴിയുമ്പോൾ ശുദ്ധമായ വസ്ത്രം ധരിക്കണം. ധരിക്കാറുണ്ടോ?
രാവിലത്തെ തന്നെ പലരും കൊടുക്കാറുള്ളൂ, വൈകിട്ടും അല്ലേ? അപ്പോൾ ശുദ്ധമാണോ? ശുദ്ധമായ ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്. ശുദ്ധമാണോ ആഹാരം? ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമല്ലേ, അതിനെ തന്നെ ചൂടാക്കിയാണ് കഴിക്കുന്നത്. അപ്പൊ ശുദ്ധമായ ആഹാരമാണോ? ശുദ്ധജലത്തിൽ കുളിക്കണം. ഉണക്കുകാലമായ ശുദ്ധമായ ജലം കിട്ടുമോ? ഒക്കെ ചുമന്ന വെള്ളമല്ലേ, അതിനെയൊക്കെ വെളുപ്പിച്ചെടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? അപ്പം നിത്യം ശുദ്ധമായ ജലത്തിൽ കുളിക്കണം, ശുദ്ധ വസ്ത്രം ധരിക്കണം, ശുദ്ധ വായു ശ്വസിക്കണം, ശുദ്ധമായ ആഹാരം കഴിക്കണം. ഇതൊക്കെയാണ് ശുദ്ധിയുടെ ഭാഗമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ആദ്യം ശുദ്ധി ഗൃഹത്തിൽ നിന്ന് ആരംഭിക്കണം. എങ്ങനെയാണ് ഗൃഹത്തിൽ നിന്ന് ആരംഭിക്കുന്നത്? വീടിന്റെ പരിസരവും വീടിന്റെ ഉള്ളും എപ്പോഴും ശുദ്ധമായിരിക്കണം. രാവിലെയും വൈകിട്ടും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണം. പുകയ്ക്കുന്നുണ്ടോ സുഗന്ധദ്രവ്യങ്ങൾ? കുന്തിരിക്കമോ അല്ലെങ്കിൽ കുമ്മാഞ്ചായോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കുന്തിരിക്കം പോലെ തന്നെയുള്ള ഇതൊക്കെ മേടിച്ച് നിത്യവും എന്ത് ചെയ്യണം? രാവിലെയും വൈകിട്ടും പുകച്ച് വീടിനുള്ളിലും പരിസരത്തുമുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ ഊർജങ്ങളെയും നമ്മൾ പുറന്തള്ളണം. പിന്നെയോ ഈ വീടിന്റെ പരിസരമൊക്കെ അടിച്ചു വാരി കത്തിച്ച് ചപ്പ് ചവറുകൾ കത്തിച്ച് കളയണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ശുദ്ധിയുടെ ഭാഗം. പിന്നെ മനഃശുദ്ധി, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. മനസ്സാ വാചാ കർമ്മണ യാതൊരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അഹിംസാധർമ്മം. പറ്റുമോ? ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? ഒരു ദിവസം ഒരു 10 പേരെയെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്നില്ലേ? ഇല്ലേ? മനുഷ്യനെ ആയാലും മറ്റു പ്രാണികളെ ആയാലും ഒക്കെ നല്ല ആൾക്കാരാണ് എല്ലാവരും. അയ്യോ എന്തൊരു കഷ്ടമാ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കിടക്കുന്ന എല്ലാവരും. ഒരു മനുഷ്യനെ വേദനിപ്പിക്കത്തില്ല, ഒരു പ്രാണികളെയും കൊല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ, അല്ലേ? ആണോ? അങ്ങനെയാണെന്നാണ് പറയുന്നത്? അല്ലെന്നും പറയുന്നുണ്ട്, ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഒരു പ്രാണികളെ പോലും ഉപദ്രവിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് ഗുരു അനുകമ്പാദശകം എന്ന് പറഞ്ഞൊരു കൃതിയിൽ എന്താ ഗുരു പറയുന്നത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ഒരു ഉറുമ്പിന് പോലും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉപദ്രവം ചെയ്യില്ലെന്നാ പറയുന്നത്. ഒരു ദിവസം എത്രയോ ഉറുമ്പിനെ കൊല്ലുന്ന, പട്ടികളെ തല്ലി വലിച്ചെറിയുന്നില്ലേ, പൂച്ചകളെ തല്ലി ഓടിക്കുന്നില്ലേ? കോഴി വന്നാൽ കോഴിയെ കല്ലെറി, അയൽവക്കത്തെ കോഴികൾ നമ്മുടെ മുറ്റത്തോട്ട് കയറിയ കോഴിയെ കല്ല് വലിച്ചെറിയുന്നില്ലേ? ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ എങ്ങനെ ഒരു പീഡ പോലും വരുത്താതിരിക്കുന്ന? പീഡകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ജീവിതത്തിൽ, ശരിയല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ ആഴ്ചയിൽ വരുവോ, മാസത്തിൽ വരുവോ, എന്നും വരുവോ? എല്ലാവരും എന്നും വരുന്നവരാണോ? ഒരമ്മ എന്നും വരും. മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നവരുണ്ട്, ഇല്ലേ? ദിവസവും വരുന്നവരുണ്ട്, ഇല്ലേ? എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ക്ഷതങ്ങളെ ത്രാണനം ചെയ്യുന്ന ഇടമാണ് ക്ഷേത്രം. അത് രോഗമായാലും കൊള്ളാം, മറ്റുള്ള ദുരിതങ്ങളായാലും കൊള്ളാം, ഏത് ദുരിതങ്ങളെയും ശമനം കിട്ടുന്ന ഒരു സങ്കേതം, ഒരിടമാണ് ക്ഷേത്രം. അപ്പൊ ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നു ചേരുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് നമ്മളുടെ കാര്യങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും, അല്ലേ? പ്രാർത്ഥന, ഇതിനാണ് പ്രാർത്ഥന. അർത്ഥിക്കുക, എന്താണോ നമ്മളുടെ മനസ്സിലുള്ള സങ്കല്പം, ആ സങ്കല്പം ഭഗവാന് അർത്ഥിക്കുക. നമ്മളിപ്പോ പറഞ്ഞ നെയ്വിളക്കിന്റെ കാര്യം പറഞ്ഞു. ഒന്നുകിൽ തിങ്കളാഴ്ച ദിവസം തോറും 21 തിങ്കളാഴ്ചകളിൽ ഭഗവാന്റെ നടയിൽ നെയ്വിളക്ക് കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ്യം ഭഗവാൻ സാധിച്ചു തരും. ഗുരു തന്നെ ഹോമമന്ത്രത്തിൽ പറയുന്നുണ്ട്, ഓം അഗ്നേ തവ യത്തേജസ്തദ്ബ്രാഹ്മം അധസ്തം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ. അഹം, നമ്മളിലൊക്കെ ഒരിക്കലും നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു വസ്തുവുണ്ട്. എന്താണ്? ഞാൻ എന്ന ഭാവം, അഹങ്കാരം. ആ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് എങ്ങനെയാണോ നെയ്യ് ഒഴിച്ചാൽ അതൊരുകി നെയ്യ് അല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്,
അതേപോലെ നമ്മളിലുള്ള ഞാൻ എന്ന ഭാവം ഇല്ലായ്മ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആത്യന്തികമായ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ മോക്ഷം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പൊ ആഗ്രഹം എന്താണ്? ജോലി ചെയ്യുക, ആഹാരം കഴിക്കുക, കിടക്കുക, ഉറങ്ങുക. ഇതാണോ നമ്മളുടെ കർമ്മം? ആണോ? ഒരിക്കലുമല്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യാനും സമൂഹത്തിൽ നല്ല പ്രവർത്തികളിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള ഒരു മനസ്സിന്റെ ഉടമകളൊക്കെ ആയി നമ്മൾ മാറണം. അതിനുമൊക്കെ വേണ്ടിയാണ് നമ്മൾ ആരാധനാലയത്തിലേക്ക് വരുന്നത്. നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക. നമ്മുടെ മനസ്സൊന്നും പാകപ്പെട്ട മനസ്സല്ല. ആ പാകപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിത്യവും ഈശ്വരനെ ഉപാസിക്കണം, ജപിക്കണം, ധ്യാനിക്കണം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഉണ്ടോ? ജപവും ഇല്ല, ധ്യാനവും ഇല്ല, ഈശ്വര ആരാധനയുണ്ട്. ഉണ്ടോ? 2 നേരം വിളക്ക് കത്തിക്കുവോ? 2 നേരവും വിളക്ക് കത്തിച്ച് ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലത്തെ ഗുരുവിന്റെ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പം തന്നെ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് ഗുരുവിനെ സങ്കല്പം ചെയ്ത് ഗുരുവിന്റെ ഒരു ചിത്രം വെച്ച് ആ ചിത്രത്തിന്റെ മുൻപിൽ വിളക്ക് കത്തിച്ച് വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ധാരാളം ആഗ്രഹങ്ങൾ സബലീകരിച്ച എത്രയോ ജീവാത്മാക്കളുടെ ചരിത്രം ഗുരുവിന്റെ ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ചതയവ്രതം എന്ന ഒരു വ്രതത്തോടനുബന്ധിച്ച് ഒരു ഭക്തന്റെ സങ്കല്പം, ചെങ്ങന്നൂരുള്ള ഒരു ഗുരുദേവ ഭക്തന്റെ കിണറ്റിൽ ധാരാളം പാമ്പുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ കിണറ്റിൽ പാമ്പ് വന്നു ചേർന്നാൽ അതിൽ നിന്ന് വെള്ളമെടുത്ത് ആഹാരം പാകം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഓരോ ദിവസം കഴിയും തോറും പാമ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഗുരുവിന്റെ ഒരു ചിത്രം വെച്ച് വിളക്ക് കത്തിച്ച് ഗുരുവിനോട് പ്രാർത്ഥിച്ചു, ഈ കിണറ്റിലുള്ള പാമ്പുകളെ ഒഴിവാക്കി തരണം എന്ന ഒരു സങ്കല്പത്തോടു കൂടി അദ്ദേഹം ചതയവ്രതം ആരംഭിച്ചെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ചതയവ്രതം കഴിഞ്ഞു, 2ാമത്തെ ചതയവ്രതം കഴിഞ്ഞു, 3ാമത്തെ ചതയവ്രതം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കിണറ്റിൽ നിന്നുള്ള പാമ്പുകൾ പൂർണ്ണമായും ഒഴിവായി, കിണറ്റിലെ വെള്ളം ശുദ്ധമായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നോക്കിക്കോണെ, ഗുരുവിനോടുള്ള ആ ഭക്തന്റെ ആ മനസ്സിന്റെ സങ്കല്പം ഗുരു അവിടെ ചെല്ലേണ്ടി വന്നില്ല. എവിടെയോ ഇരിക്കുന്ന ഗുരു അത് അറിഞ്ഞ് ആ ഭക്തന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുത്തു. ഇതാണ് ഗുരുവിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഇവിടെ ചിദംബരനെ പ്രതിഷ്ഠിച്ച് തന്നപ്പോഴും ആ ദീപത്തിലൂടെ നമ്മൾ ആരെയാണ് കാണേണ്ടത്? ഗുരുവിലൂടെയാണ് നമ്മൾ ശിവനിലേക്ക് പോകേണ്ടത്. ഗുരുവും ശിവനും 2 അല്ല, 1 മംഗളത്തെ പ്രദാനം ചെയ്യുന്നവരാണ് ശിവഭഗവാൻ. ആ മംഗള സ്വരൂപം തന്നെയാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു. എത്രയോ കാര്യങ്ങൾ ഗുരു നമ്മളുടെ മുന്നിലേക്ക് പറഞ്ഞു തന്നു. പക്ഷെ അതിനെയൊന്നും നമ്മൾ അറിയാനോ കേൾക്കാനോ ഉള്ള ഒരു മാനസികമായ തലമല്ല നമ്മൾക്ക്. അപ്പം ഗുരുവിനെ കുറിച്ച് ധാരാളം അറിവുകൾ നമ്മൾ നേടണം. അറിവുകൾ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. ഒന്നാമത് നമുക്ക് വായനാശീലം ഇല്ല. ഗുരു പറയുന്നത് വായിച്ച് അറിവ് നേടണം എന്നാണ് പറയുന്നത്. ഗുരുദേവൻ തന്നെ ഏകദേശം 73 പരം കൃതികൾ തന്നെ രചിച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ? ഗുരുദേവന്റെ കൃതികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ പലതവണ ഇവിടെ വന്നപ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞു, ഗുരുദേവന്റെ കൃതികൾ മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കണമെന്ന്. മേടിച്ചു വെച്ചിട്ടുണ്ടോ? ഗുരുദേവ കൃതി ഉള്ളവരൊക്കെ ഇന്ന് കൈകൊപ്പിക്കേ. ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതിയുമുണ്ട്, ഗുരുദേവൻ എഴുതിയ കൃതിയുമുണ്ട്. ഉണ്ടോ? ആ ഗുരുദേവ കൃതിയിൽ ഗുരുദേവൻ ഒരു കൃതി, ചിദംബരാഷ്ടകം എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെല്ലാറുണ്ടോ വീട്ടിൽ? അതിലെ ആത്മവിലാസം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ആത്മവിലാസം ഭാഗം 1, ഭാഗം 2. അതിനകത്ത് ഗുരു പറയുന്നുണ്ട്, കയ്യിലിരിക്കുന്ന കൽപ്പവൃക്ഷക്കനിയുടെ മഹത്വം എന്തെന്നറിയാതെ കാഞ്ഞിരക്കുരു തേടി പോവുകയാണ്. അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. ശരിയല്ലേ? കൽപ്പവൃക്ഷക്കനിയാകുന്ന ഗുരുവിന്റെ മഹത്വം എന്തെന്നറിയാതെ കാഞ്ഞിരക്കുരുവിന്റെ മാധുര്യം നുകരാൻ നമ്മൾ പരക്കം പായുകയാണ്. അപ്പം കയ്യിലിരിക്കുന്ന എന്താണ്? കൽപ്പവൃക്ഷക്കരി. അപ്പൊ അതിനെ തട്ടിക്കളഞ്ഞിട്ട് കാഞ്ഞിരക്കുരുവിന്റെ മാധുര്യം നുകരാൻ പോകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് ഗുരു അവസാനം എന്താ? അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം.
അപ്പം 73 വർഷത്തോളം ശ്രീനാരായണ ഗുരുദേവൻ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മോടൊപ്പം ഒരാളായി നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്ന് 73 വർഷത്തെ ജീവിതം ധന്യമാക്കി ഈ ഭൂമിയിൽ നിന്നും തിരികെ പോയ ആ ഗുരുവിനെ നമ്മൾ എത്രമാത്രം ഗുരുവിനെ സ്വാധീനിക്കുന്നു, എത്രമാത്രം നമ്മൾ ഗുരുവിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നു, അത്രമാത്രം അനുഗ്രഹം ഗുരുവിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗുരുവിലൂടെ നമുക്ക് സർവ്വ ദേവീ ദേവതാ സ്വരൂപങ്ങളെ കാണാം. 1912 ശിവഗിരിയിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ശാരദാദേവി ഇവിടെ ഉണ്ടോ എന്ന് സഹോദരൻ അയ്യപ്പന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഗുരു പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ശാരദ എന്ന് വിളിച്ചെന്നാ പറയുന്നത്. എന്തോ എന്ന് വിളി കേട്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ശാരദയുണ്ടോ അവിടെ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നൊരു സങ്കല്പം ഉണ്ടെന്നും അതിലൂടെ നമ്മളൊക്കെ ചെന്ന് ആരാധന ചെയ്ത് അല്ലെ പ്രാർത്ഥിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാനും നമ്മുടെ കുടുംബത്തിനും ഈ നാടിനുമൊക്കെ നന്മകളും ഒക്കെ വന്നു ചേരാൻ വേണ്ടി കൂടിയാണ് ഈ ക്ഷേത്രങ്ങളും മറ്റുള്ള ആരാധനാലയങ്ങളും ഒക്കെ തന്നെ ഗുരുക്കന്മാർ സ്ഥാപിച്ചിരിക്കുന്നത്. തുടങ്ങി അതിനും പ്രദക്ഷിണമൊക്കെ വെക്കണ്ടേ? ശാന്തി പ്രദക്ഷിണമൊക്കെ ഇത് വെക്കണ്ട, അപ്പോഴത്തേക്ക് ആകും. ഇത് ഫുള്ളങ്ങ് പ്രദക്ഷിണം വെച്ചാൽ മതി. അപ്പം നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാറായി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഈ കലശവും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിനും ഈ മണ്ഡപത്തിനും ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രമേ ശ്രീകോവിലുള്ളിൽ കയറി ഭഗവാന്റെ തൃക്കൈകൾ കൊണ്ട് വെച്ച ആ വിളക്ക് അതേ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി പ്രാർത്ഥനയിലും പൂജയിലും ഒക്കെ പങ്കാളികളാകാം. അതുവരെ നിങ്ങളെല്ലാവരും ഞാനൊരു മന്ത്രം ചൊല്ലിത്തരാം, അത് എല്ലാവരും ഏറ്റു ചൊല്ലുക. ഞാൻ നിർത്തി കഴിയുമ്പം ആരെങ്കിലും ഒരാൾ അത് ഏറ്റ് ചൊല്ലിക്കൊടുക്കണം, ബാക്കിയുള്ളവരത് ഏറ്റു ചൊല്ലുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശ്രീനാരായണ ഗുരുദേവാ, ശിവനാരായണ ഗുരുദേവാ, ജയനാരായണ ഗുരുദേവാ, ശ്രീനാരായണ ഗുരുദേവാ, ശിവനാരായണ ഗുരുദേവാ,
ജയ നാരായണ ഗുരുദേവാ. അതേപോലെ തന്നെ നമ്മളുടെ ഈ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടെങ്കിൽ, ആ പോരായ്മകളൊക്കെ ഗുരു തന്നെ കണ്ട് അത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഗുരുവിന്റെ പാദത്തിൽ സമർപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കണം എന്നൊരു പ്രാർത്ഥനയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഗുരുവിനോടോ ഗുരു പ്രതിഷ്ഠിച്ച മൂർത്തിയോടോ എന്തെങ്കിലും പിഴവുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിഴവുകളെല്ലാം പുറത്ത് അത് അനുഗ്രഹിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സമാജത്തിനും ഒക്കെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടായിരിക്കണം. എല്ലാവരും ഓം നമഃ ശിവായ ജപിച്ചുകൊള്ളുക.